ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 58 റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ റിവ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, അനുമോൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നല്ലോ. അപ്പം അവർ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് മീൻസ് ബ്ലാങ്കറ്റ് തലയണയൊക്കെ വെച്ചിട്ട് ഇവിടെ സീന് പിടിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ സേഫാക്കി വെക്കുക. നിവീനെ കൊണ്ടുപോയിട്ട് നീ ഇവിടെ കിടക്കണ്ട, നീ എൻ്റെ ബെഡിൽ വന്ന് കുറച്ച് നേരം കിടന്നാൽ മതി, ഞാൻ വരണ വരെ നിനക്ക് അങ്ങനെ സീന് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള സീന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ ജിസലിൻ്റെ ആ ബെഡിൻ്റെ നേരെ കൊണ്ടുപോയി ഇരുത്തുക. ശരിക്ക് കാണണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണം പറയുക. അപ്പോൾ അത് കണ്ട് നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, നിനക്കെന്താ ഒരു ദാരിദ്ര്യം, ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ, ഒരു കല്യാണം കഴിച്ചാൽ കുറച്ച് സന്തോഷമൊക്കെ ആവും. ഇപ്പോൾ ബിന്നിയും ന്യൂബിനും കണ്ടോ സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, അതുപോലെ ഹാപ്പിയൊക്കെ ആവണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ എപ്പിസോഡിൽ. സോ അനുമോൾക്ക് എന്ത് പറ്റി? റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് ലാസ്റ്റ് നടന്ന കാര്യം കേട്ടോ, ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സംഭവിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ആര്യൻ്റെ അടുത്ത് പറയുന്ന മറുപടികളുമുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് പറയാം. മോർണിംഗ് സോങ് കഴിഞ്ഞു. മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കിച്ചണിലൊരു ബിന്നി അനീഷ് തമ്മിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ അനീഷ് വെസൽ ടീമാണല്ലോ, കിച്ചൺ ടീമല്ല. സോ അനീഷ് രാവിലെ വന്ന് കാണുന്നത് കിച്ചൺ ആകെ അലങ്കോലമായി കിടക്കുന്നതാണ്. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും മിണ്ടാതെ പോയി കിടക്കുകയും ചെയ്തത്. ബിന്നി ആയിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. ഒന്നും നോക്കിയിട്ടില്ല, ആകെ പരന്ന് കിടക്കുന്ന കണ്ടിട്ട് അനീഷ് വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് വെസലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ബിന്നി വരികയാണ്. ബിന്നി വരുമ്പോൾ ചോദിക്കുകയാണ്, എന്ത് കിച്ചൺ ക്യാപ്റ്റനാണ് ഇത്? മറ്റുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ കിടക്കുകയാണ്. വന്നാൽ ഫുഡ് പോലും എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്തിനാണ് ഇത്ര ഫുഡ് നശിപ്പിക്കുന്നത്? എല്ലാം ഞാനാണ് ക്ലീൻ ചെയ്തത്. ഇവിടെ ഇത്ര നേരമായി ഞങ്ങളൊക്കെ എണീച്ചിട്ട് ചായ എവിടെ, ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? നിങ്ങളുടെ നനയും കുളിയും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വന്നിട്ടാണോ ഇതെല്ലാം ചെയ്യേണ്ടത്? ഫസ്റ്റ് കിച്ചൺ ക്ലീൻ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ശരിയാണ്, ബിന്നി ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് 3 ദിവസമായിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറുന്നില്ല. അപ്പോൾ അന്ന് കോഫിപ്പൊടിൻ്റെ സംഭവം ഉണ്ടായല്ലോ, അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ എന്നെ എല്ലാം തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. എന്നാലും കിച്ചൺ ക്യാപ്റ്റൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജിസേൽ വന്നിട്ട് പാത്രം ഇപ്പം കഴുകാത്ത പാത്രത്തിലൊക്കെ പുഴുവായിരുന്നു ഫുഡൊക്കെ ഇരുന്നിട്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ജിസേൽ കൊണ്ടുവന്ന് പാത്രമൊക്കെ കാണിക്കുന്നുണ്ട്. വലിയ ഹൈജീൻ പറയുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഒരു ഉത്തരവാദിത്തം തന്നിട്ട് പോലും ഈ ഹൈജീൻ മാത്രം പറയുള്ളൂ, ഉത്തരവാദിത്തം ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബിന്നി എഗെയിൻസ്റ്റായി നിൽക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ, നിങ്ങളോട് ആരാ വന്ന് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, എപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്, ഇപ്പം ഇത്രയും നേരമായില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് നിൽക്കാണ്ടായപ്പോൾ ലക്ഷ്മി കിച്ചൺ ടീമിലുള്ളതാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങളത് ചെയ്തിട്ടില്ല, ഞങ്ങളത് ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോബ്ലം അവിടെ തീർത്ത് വിടുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ജിസയിൽ ഓനിയലിനോട് പറയുന്നുണ്ട്, വലിയ ഹൈജീൻ പറയുന്ന ആളാണല്ലോ, ഇവിടെ ഭയങ്കര ഹൈജീൻ്റെ ആളല്ലേ ബിന്നി, എന്നിട്ട് ഒരു കിച്ചൺ ക്യാപ്റ്റനായപ്പോൾ എൻ്റെ ഹൈജീനൊക്കെ പോയോ എന്നുള്ള രീതിയിലൊക്കെ ഓനിയലിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജിസയിൽ ബെഡ്റൂമിൽ നിന്നിട്ട്. അപ്പം അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ അനുമോൾ പറയുന്നുണ്ട്, അനീഷ് ചേട്ടൻ എന്തായി ചെയ്യുന്നത്, ഞാൻ പോയി ഒന്ന് ഇടപെട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓനിയലുണ്ടല്ലോ, ഓനിയലാണ് ഈ ഇതിലെ ഏറ്റവും വേസ്റ്റ് ക്യാപ്റ്റൻ, ഒരു ഇതും ഇല്ല ഓനിയലിന് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പൗഡർ റൂമിലിരുന്നിട്ട് ന്യൂറൈഡോ ആദിലയോടൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിച്ചാണ് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബോർഡ് ഉണ്ടാവും, അതിൽ നമ്മുടെ സ്പെല്ലിങ്ങുകൾ കൊണ്ടുപോയിട്ട് ഒട്ടിക്കുക, ക്യാപ്റ്റൻ എന്നുള്ള സ്പെല്ലിങ് കൊണ്ടുപോയിട്ട് ഒട്ടിക്കുക. അതിൽ എൻ എന്നുള്ള സ്പെല്ലിങ് മാത്രം വേറൊരു ഫോഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്, ബാക്കി സ്പെല്ലിങ്ങുകളൊക്കെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിൽ ജയിച്ചത് ആരാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആര്യനായിരുന്നു ജയിക്കേണ്ടത്, ജയിച്ചത് പിന്നെയാണ്. ആര്യൻ്റെ ശ്രദ്ധക്കുറവ് എന്ന് തന്നെ പറയണം. കാരണം ഈ എൻ എന്ന ലെറ്റർ ഫസ്റ്റ് തീർത്തത് ആര്യനാണ്, എന്നിട്ട് എന്നു മാത്രം വെക്കാനുള്ളൂ. ആ എന്നു വെക്കേണ്ടവരുടെ ആ സമയത്താണ് ബിന്നിക്ക് 2 എണ്ണം വെക്കാനുണ്ടായിരുന്നു, ഐയും വേറെ ഏതൊരു ലെറ്ററും വെക്കാനുണ്ട്. ഈ ആര്യൻ എന്നെ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോയിട്ട് ബിന്നി ബാക്കി 2 ലെറ്ററും വെച്ച് എന്നെ ഓടി വന്നിട്ട് എടുത്തിട്ട് കൊണ്ടേ വെക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും ശ്രദ്ധക്കുറവ് തന്നെയാണ്, ശരിക്കും കേൾക്കാത്തതും ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ്
ബിന്നി. അങ്ങനെ 9ാമത്തെ വീക്കിലാണ് ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ വന്നിരിക്കുന്നത്. സോ ബിന്നി ആയതുകൊണ്ടാണ് തോന്നുന്നു അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് അവിടെ കൊടുത്തില്ല ഹൗസ് മേറ്റ്സ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശേഷം പിന്നെ കാണിച്ചാണ് ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് എല്ലാവരും വിളിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് 9ാമത്തെ വീക്കാണ്, ഇന്ന് മുതൽ തന്നെ നമ്മുടെ വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണ്. എന്താണ് വീക്ക്ലി ടാസ്ക് എന്ന് എല്ലാവർക്കും അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഫാമിലി ടാസ്ക്കാണ്. അപ്പോൾ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒരു വീക്ക് വന്നിട്ട് ഫാമിലിക്ക് നിൽക്കാം, നമ്മുടെ നൂറ കൊടുത്ത ഒരു ഇമ്മ്യൂണിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് ബിന്നിനോട് പറയാണ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പക്ഷേ ഒരു ടാസ്കും ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കും, ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് 10 മിനിറ്റ് തരും. ആ 10 മിനിറ്റിൽ റെഡിയായി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് സ്വീകരിക്കാനായിട്ട് മെയിൻ ഡോറിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കണം. ആ ട്രെയിനിൻ്റെ സൗണ്ട് എപ്പോൾ വേണേലും കേൾപ്പിക്കാം, പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് എല്ലാം റെഡി ആയിരിക്കണം എന്നാണ് ബിന്നിക്കുള്ള ടാസ്ക്. എന്നിട്ട് മറ്റുള്ളവർക്ക് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എന്തായാലും 7ൻ്റെ പണീൻ്റെ സീസണാണ്, അപ്പോൾ ഫാമിലി ടാസ്കും 7ൻ്റെ പണിയോട് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതിലും വേണോ ബിഗ് ബോസ് 7ൻ്റെ പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ടാസ്ക് എന്തായിരുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം തന്നെ ആരുടെയൊക്കെ ഫാമിലി വരുന്നുണ്ട് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പറയണ്ടായിരുന്നു, കാരണം അങ്ങനെ ഒരു ഇത് പറയുന്നു, ടാസ്ക് കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസവും എല്ലാ സീസണിലും ഓരോരുത്തർ വരുമ്പോൾ, ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോൾ ഇന്ന് ആര് വരും, ഇപ്പം ആര് വരും എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു അവർ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു അവർ റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഇപ്രാവശ്യത്തെ ഈ ഫാമിലി വീക്കിൽ ഇല്ല. സത്യം പറഞ്ഞാൽ അവിടെയും ഗെയിം കൊടുത്തിട്ട് ഇപ്പോൾ 7ൻ്റെ പണിയാണ് ഓക്കെ, പക്ഷെ ആ ഒരു കാണാനുള്ള ആ ഒരു ഇതില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ വേറെ ആരുടെയൊക്കെ ഫാമിലിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വേർഡ് പസിൽസ് ആയിരുന്നു. കുറച്ച് സ്പെല്ലിങ്ങുകൾ ഇങ്ങനെ ആക്കിയിട്ട് അതിൽ ആരുടെ പേരാണോ ഈ സ്പെല്ലിങ് കറക്റ്റ് ആക്കിയിട്ട് വരുന്നത് അവരുടെ ഫാമിലിയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കണ്ടുപിടിച്ചു കേട്ടോ, ഷാനവാസ് അനീഷാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഷാനവാസിനോടും അനീഷിനോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഫാമിലി ഫോട്ടോ ഉണ്ടാവും. ഫാമിലി ഫോട്ടോൻ്റെ പസിൽ അത് ഏറ്റവും എളുപ്പം വേഗത്തിൽ ചെയ്ത് തീർക്കണം. അതിനുശേഷം അപ്പുറത്തൊരു ബോക്സ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്താൽ അടുത്ത ടാസ്ക്, അങ്ങനെ 2 ടാസ്ക് ഉണ്ട്. അടുത്ത ടാസ്കിന് വേണ്ട സാധനങ്ങളും എന്താണ് ടാസ്ക് എന്നും അതിലെഴുതിയിട്ടുണ്ടാവും. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ബോക്സ് തുറന്നാലുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്കെയിലും കുറച്ച് ടൈസും ഉണ്ടാവും. അതിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് ഒരു 1ാമത്തെ നമ്പർ വെച്ചിട്ട് അങ്ങോട്ട് പോകണം, അവിടുന്ന് 2ാമത്തെ നമ്പർ എടുത്തിട്ട് വരണം, പിന്നെ 3ാമത്തെ, അങ്ങനെയാണ് ടാസ്ക് കൊടുത്തിരുന്നത്. എന്നിട്ട് എൻഡ് പോർഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ബോൾ ഉണ്ടാവും, അതിലേക്ക് ഈ ടൈസൊക്കെ ഇടണം എന്നായിരുന്നു ടാസ്ക്. സോ ഫോട്ടോ ഇതാക്കണ സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് ടൈം എടുത്തു. ഷാനവാസായാലും അനീഷാണ് ഒരുപാട് ടൈം എടുത്തത്. കാരണം എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ കല്യാണ ഫോട്ടോ ആയിരുന്നു. അനീഷ് പറയുന്നുണ്ട് ആ കല്യാണ ഫോട്ടോ ആണെന്നും പറയുന്നുണ്ട്. കല്യാണ ഫോട്ടോ ആയതുകൊണ്ട് ഡേവേഴ്സ് ആയ ആളല്ലേ, അപ്പം ഈ ഫോട്ടോ ഒന്നും അധികം നോക്കിയിട്ടില്ല, പണ്ട് കണ്ടതാണ്. അത് പെട്ടെന്ന് ഫോട്ടോ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലേക്ക് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫിനിഷ് ചെയ്തില്ല അനീഷ്. ഇപ്പോൾ ഷാനവാസ് ആണെങ്കിൽ അത് ഫിനിഷ് ചെയ്തു, അടുത്ത ടാസ്കിലേക്ക് കടന്നു. അടുത്ത ടാസ്ക് കുറച്ച് ടഫായിരുന്നു. ആകെ അവർക്ക് ഫാമിലി വന്നിട്ട് 2 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അതിൽ 1 മണിക്കൂർ ഇങ്ങനെ തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടൈസിൽ സ്കെയിൽ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് ഈ ടൈസ് വെക്കുന്ന സമയത്ത് 1 വെച്ചു 2 വെച്ച് ഇങ്ങനെ ഒരുപാട് ഉണ്ട് വെക്കാൻ. അപ്പം താഴെ വീണ് പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് 3 വെച്ച് നോക്കാം, ഫസ്റ്റ് 3 വെച്ചിട്ട് പോകാൻ പറയുന്നുണ്ട്. എന്നിട്ടും താഴെ വീണ് കണ്ടിട്ട് 5 വെച്ചിട്ട് പൊക്കോ പറയുന്നുണ്ട്. എന്നിട്ട് 5 വെച്ചിട്ട് പോയിട്ട് ഷാനവാസിൻ്റെ ആ ബൗളിലേക്കല്ല വീണത്, താഴേക്കാണ് വീണത്. അപ്പോൾ ബിഗ് ബോസിനോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇത് കണക്കാക്കി കൂടെ ബിഗ് ബോസ് ഇനിയും ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ശരി കുഴപ്പമില്ല, ഷാനവാസ് പുറത്തേക്ക് പോയിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പുറത്തേക്ക് പോകുന്ന സമയത്തും അനീഷ് അവിടെ ഫോട്ടോൻ്റെ ടാസ്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഇത് ശരിയായി ചോദിക്കണം. പക്ഷെ ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം കുറച്ച് നമുക്കിവിടെ നിന്ന് ഇപ്പോൾ ഫോട്ടോ കാണാത്ത ആൾക്കാരായാലും പോലും അതെന്താ ചെയ്യണ്ടേ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അനീഷിന് മൊത്തം ബ്ലാങ്കായി പോയെന്ന് തോന്നുന്നു. ഭയങ്കര ആലോചിച്ച് നിൽക്കുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
അനീഷ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ശരി ഇനി അനീഷ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നോളൂ പറയുന്നത്. അവിടെ രണ്ടാമത്തെ ഘട്ടവും അനീഷ് ശരിക്കും ചെയ്തില്ല. അനീഷിന് ശരിക്കും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സമയം അവിടെയും പോയി. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞ രണ്ടാമത്തെ ഘട്ടം ഏകദേശം ശരിയായപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ശരി കുഴപ്പമില്ല പറഞ്ഞു. എന്നിട്ട് പിന്നെ അനീഷിനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് അനീഷ് പുറത്തേക്ക് പോകണില്ല. ആ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. കരഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയി, നെർവസ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറ്റി ബിഗ് ബോസ് എനിക്കെന്ന് അറിയില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പം ഇവരുടെ ഫാമിലി കയറുന്ന സമയത്തൊക്കെ ഇവർക്ക് ആക്ടിവിറ്റി റൂമിലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അവർ കയറുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നതും. അപ്പോൾ അനീഷിൻ്റെ അമ്മയും അനിയനുമാണ് വന്നത്. ഷാനവാസിൻ്റെ മോളും രണ്ടാമത്തെ മോളും വൈഫുമാണ് വന്നത്. അപ്പോൾ അവർ സ്ക്രീനിലൂടെ അത് കണ്ട് അതിന് ശേഷമാണ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തതുമൊക്കെ. അപ്പം അനീഷ് ഇങ്ങനെ ഇരുന്നപ്പോൾ അനീഷ് എണീക്കുന്നില്ല, പോണില്ല, ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, അനീഷിൻ്റെ ഫാമിലി മാത്രം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവർ പോവുകയാണ്. പോയിട്ട് അനീഷ് കരഞ്ഞവിടെ കിടന്ന് അനീഷ് ഇവരെ കണ്ടതും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പൊക്കി എണീപ്പിക്കുകയാണ് ചെയ്ത്. അമ്മ പറയുന്നുണ്ട് എന്തിനാ കരയണെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയി, നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന്. അമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, അച്ഛനെയാണ് പ്രതീക്ഷിച്ചത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ എന്തിനാ പേടിച്ചത്, ഇതൊരു ടാസ്ക് അല്ലേ, അത് അങ്ങനെ കണ്ടാൽ പോരെ എന്നൊക്കെ അമ്മ അനീഷിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരും പുറത്തെ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനുശേഷം പിന്നെ ഫാമിലിയോടൊക്കെ സംസാരിച്ച് നമ്മുടെ ഇത് പ്ലാൻ ചെയ്യല്ലേ എന്നൊക്കെ ഷാനവാസിൻ്റെ മോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. പ്ലാൻസിനേക്ക് എടുക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ മോള് ഓൾറെഡി വന്നപ്പോൾ തന്നെ അനുവിനോട് ചോദിച്ചു പ്ലാൻ എവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട് അതിനാ എടുത്ത് വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അനീഷ് വന്നതിന് ശേഷമാണ് മോള് വന്നിട്ട് അനീഷ് ഞങ്ങളുടെയൊക്കെ ബെഡ് ഏതാന്നൊക്കെ മോളോട് ചോദിക്കുമ്പോൾ ഇത് അനീഷിൻ്റെ ബെഡ്, അത് പപ്പാൻ്റെ ബെഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അപ്പോൾ അനീഷിൻ്റെ ബെഡ് കാണാൻ പോയപ്പോഴാണ് പ്ലാൻജി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് മോള് പ്ലാൻജിനെ എടുത്തിട്ട് ഇങ്ങനെ അനുമോൾക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ഫാമിലിക്ക് ഒരു ടാസ്ക് കൊടുക്കണം. ഇവരുടെ ഫാമിലിക്ക് ഒരു ടാസ്ക് കൊടുക്കണേ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളത് ആരെ, ഇപ്പം നിങ്ങളുടെ വീട്ടിലത്തെ അല്ലാതെ വേറെ ആരെയാണ് ഇഷ്ടം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ വൈഫ് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അനീഷിനെ ഇഷ്ടം, കാരണം എപ്പോഴും ഇക്കാടെ കൂടെ ഉണ്ട്, നല്ലൊരു കോംബോ ആണ് അവർ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട്. മോള് വന്നിട്ട് നിവീനെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ മോള് പറയുന്നുണ്ട്. അതിനുശേഷം അനീഷിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷാനവാസിനെയാണ് ഇഷ്ടം, കാരണം അവർ നല്ലൊരു കോമ്പോണ് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അനിയൻ വന്നിട്ട് അനീഷിൻ്റെ അനിയൻ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആര്യനെയാണ് ഇഷ്ടം ക്രിക്കറ്റ് കളിക്കുന്നത് കൊണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഹൗസിലെ ഗെയിം ഉണ്ടെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ നമ്മുടെ ലൈവിൽ കണ്ടതാണ് അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്. അനീഷിൻ്റെ അമ്മയും അനിയനും പറയുന്നുണ്ട് ഫസ്റ്റ് എങ്ങനെയാണോ അനീഷ് വന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അതേപോലെ കളിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഹിൻഡ് കൊടുത്തതാണ് ഗ്രൂപ്പായി കളിക്കണ്ട എന്ന്. അത് അനീഷിന് മനസ്സിലായോ എന്തോ അറിയത്തില്ല. സോ അതൊക്കെ കഴിഞ്ഞ് ഫാമിലിക്ക് പുറത്ത് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാമിലിക്ക് പോകാൻ സമയമായി. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയി. അവർ പോയതിന് ശേഷം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അക്ബറുടെ ഒരു തമാശ അത് വലിയ അത്ര അങ്ങോട്ട് തമാശയായി തോന്നിയില്ല. കാരണം ഓരോരുത്തരുടെ വിഷമം ഓരോരുത്തർക്കല്ലേ അറിയത്തുള്ളൂ. അക്ബർ പറയണേ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഷെറിനും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അവർ ലാസ്റ്റ് വന്നാൽ മതി. നാളെ അപ്പോൾ ആദിലൻ്റെ വീട്ടിൽ നിന്നല്ല ദിയ ഫാത്തിമ വന്നാൽ മതി ആദിലൻ്റെ. അപ്പം നല്ല രസമായിരിക്കും, എല്ലാവരോടും വഴക്കൊക്കെ ആയിട്ട് സംസാര വിഷയമായിരിക്കും, എല്ലാവരും മേയറിലൊക്കെ പോവും എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയണം. അക്ബർ പറഞ്ഞപ്പോൾ തന്നെ നൂറ പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഫണ്ണി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആദിലൊക്കെ കരഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം അത് നൂറ പറയുന്നുണ്ട് അക്ബറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾക്ക് വിഷമാവും, അവൾക്ക് ഭയങ്കര ഹേർട്ടായി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി കരയുന്നവിടെ ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നാലെ പോയിട്ട്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനില്ലേ, നിങ്ങൾ ചെയ്യുന്ന എന്ത് തോന്നിവാസത്തിനും ഞാൻ കൂടെ നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് സമാധാനിപ്പിക്കൊക്കെ ഉണ്ട്. എന്ത് തമാശയാണ് ഈ പറഞ്ഞതെന്നൊക്കെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് 9ാമത്തെ ആഴ്ചയിൽ നോമിനേഷൻ നടക്കാൻ പോകുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പണിക്കുപ്പി ടാസ്കിൽ ബിന്നിക്കൊരു
ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ബിന്നിക്ക് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഓൾറെഡി ബിന്നി ഇതിൽ നോമിനേഷനിലില്ല. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ആർക്കെങ്കിലും കൈമാറണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിന്നി പറയണേ ഇല്ല, ഞാൻ ആർക്കും കൈമാറുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ, അത് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബിന്നി അവിടെ വന്നിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് ആർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, അടുത്ത ആഴ്ച എന്നെ ഇവരെന്നെ നോമിനേഷൻ ചെയ്യും, എന്നെക്കുറിച്ച് ആലോചിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ഞാൻ എന്തിനു ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ട ആവശ്യം എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നോമിനേഷനിൽ വന്ന് പറഞ്ഞവരുടെ റീസൺസ് ഉണ്ടല്ലോ, അത് എന്താ പറയുക, പ്രാവശ്യത്തെ നോമിനേഷൻ റീസൺസ് കോമഡി ആയിട്ടാണ് തോന്നിയത്. കോമഡി എന്ന് പറഞ്ഞാൽ കാര്യമാണ്, കാര്യത്തിനെ കോമഡി രീതിയിലേക്ക് പറഞ്ഞ പോലെ. ഇപ്പോൾ ഓരോരുത്തർ പറയില്ല, മൊത്തത്തിൽ ഞാൻ പറയാം. പറഞ്ഞ റീസൺസ് ഏതൊക്കെയെന്ന് വെച്ചാൽ, പുരോഗതിയില്ല, കുട്ടിക്കളിയാണ്, ഗ്രൂപ്പിസമാണ്, ഫേക്ക് ഹ്യൂമാനിറ്റിയാണ്, ആലു പൊറോട്ടയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയാണ്, ഗ്രൂപ്പിസം, ആക്റ്റീവ് അല്ല, അലസത, യോഗ്യതയില്ല, ഒഴിഞ്ഞു മാറൽ, വീക്ക് ഗെയിം, ടാസ്ക് നശിപ്പിക്കൽ, പിടിവാശി, അഴിച്ചുവിട്ട പട്ടം പോലെയാണ്, താഴേക്കുള്ള ഗ്രാഫാണ്, പുരോഗതി ഇല്ലായ്മയാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരിനെ കുറിച്ചുള്ള റീസൺ ഉണ്ടായിരുന്നത്. നോമിനേഷനിൽ ആരൊക്കെയാണ് വന്നത് എന്ന് വെച്ചാൽ, 2 വോട്ടുകൾ സാബുമാന്, 3 വോട്ട് അനുമോൾ, ഓനിയൽ, ജിസേൽ, നിവിൻ, ആദില, നൂറ, ഇവർക്കൊക്കെ 3 വോട്ട്, 5 വോട്ടുകൾ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിക്കാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ, ഷാനവാസ്, അനീഷ്, ആര്യൻ, ബിന്നി, അക്ബർ, അങ്ങനെ ഇവരൊക്കെയാണ് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സ്പോൺസേഡ് ടാസ്ക്കാണ്, മാരുതി സുസുക്കിൻ്റെ സ്പോൺസേർഡ് ടാസ്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് കാണിക്കുന്നതാണ് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നതിനായിട്ടുള്ള റെഡി ആവാനുള്ള ട്രെയിനിൻ്റെ സൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വരുന്ന ട്രെയിനിൻ്റെ സൗണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന സമയത്ത് ബിന്നിയുടെ കൂടെ ആ 10 മിനിറ്റിൽ തിരക്ക് കൂട്ടിയിട്ട് നിവീനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബിന്നി ഹസ്ബൻഡ് വന്നതിന് ശേഷം പറയുന്നുണ്ട്, എന്നോട് 10 മിനിറ്റ് റെഡി ആവാൻ സമയത്ത് ഇവൻ എന്തിനാണ് എൻ്റെ കൂടെ വന്ന് റെഡി ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ന്യൂബിന് വന്ന് കയറിയപ്പോൾ തന്നെ ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറിയപ്പം ഇവർക്ക് കിടക്കാനുള്ള ബെഡ് റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് ഓണിയലിൻ്റെ ബെഡാണ്. അതിൽ റോസ് പെറ്റൽസ് ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നിവീന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഓനിയൽ പറയുന്നുണ്ട്, ഓനിയലിനോട് ന്യൂറ വന്ന് പറയുന്നുണ്ട്, അവർക്ക് ബെഡായിട്ട് ഓനിയലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, നിവീന് റോസ് പെറ്റൽസ് ഒക്കെ അതിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓനിയൽ ചോദിക്കുന്നുണ്ട്, അതെന്താണ്, അതെന്തിൻ്റെ ആവശ്യമാണ്, അത് എന്നോട് ചോദിക്കാതെ അവനോട് ആരാ ഇടാൻ പറഞ്ഞാൽ, അവൻ വേണമെങ്കിൽ അവൻ്റെ ബെഡ് കൊടുത്തോട്ടെ കിടക്കാൻ എന്നുള്ള രീതിയിൽ ഓനിയൽ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവർ സംസാരിക്കുന്നത് ന്യൂബിനും ബിന്നിയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ന്യൂബിൻ ബിന്നിനോട് പറയുന്നുണ്ട്, ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിൻ്റെ ഗെയിം സ്പോയിൽ ചെയ്യാൻ നിൽക്കണ്ട, താഴോട്ട് വരണ്ട, നീ നിൻ്റെ ഗെയിം തന്നെ കളിച്ചോ എന്ന് ന്യൂബിൻ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഗെയിം കളിക്കാതിരിക്കേണ്ടത്, ഞാനാണ് ആദ്യമായിട്ടുള്ള ലേഡി ക്യാപ്റ്റൻ ഇവിടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ ഇന്ന് ബിന്നിയുടെ ദിവസമാണ്, ബിന്നിക്ക് ആ ഒരു ലക്ക് ഭയങ്കരമായിട്ടുള്ള ദിവസമാണെന്ന് തോന്നി. കാരണം ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്ന ദിവസം ക്യാപ്റ്റനാണ്, അതും ഫസ്റ്റ് ലേഡി ക്യാപ്റ്റനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇമ്മ്യൂണിറ്റി ആയാലും എല്ലാം ബിന്നിക്കുണ്ട്. പിന്നെ കാണിക്കുന്നത് നൈറ്റ് അവർ കിടക്കുന്നപ്പോൾ പിന്നെയും ന്യൂബിനും കിടക്കുന്ന ബെഡിലേക്ക് നിവീൻ വന്നിരിക്കണേ. നിവീൻ വന്നിരുന്നിട്ട് പറയണ്, നിങ്ങൾക്ക് പിറക്കാതെ പോയ ഒരു ആങ്ങളെയാണ് ഞാൻ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുകയാണ്. അപ്പോൾ ന്യൂബിൻ പറയുന്നുണ്ട്, ബ്രോ ഞാനൊരു 58 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യയെ ഒന്ന് ഞാൻ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവീൻ പറയുന്നുണ്ട്, സോ വാട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്ന് അക്ബറും ആര്യനൊക്കെ പറയുന്നുണ്ട്, എന്താടാ വല്ല ഒളിഞ്ഞു നോക്കുന്ന ആൻറ്റിമാരെ പോലെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിവീൻ പറയുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾക്ക് സിനിമ കാണാനല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബിന്നിയും കൂടെ സംസാരിക്കുന്നതാണ്. എല്ലാ ഫാമിലിയും വന്നിട്ട് 2 മണിക്കൂറേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ വിഷമമുണ്ട്, അപ്പോൾ അവർക്കും അതിൻ്റേതായ വിഷമം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ ഞാൻ കണ്ടു, ഫസ്റ്റ് ഡേ കണ്ടു, പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യങ്ങളൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വേറെയും ദിവസങ്ങളിൽ ലാലേട്ടൻ ഇവിടെ വന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്താണ് ആര്യനും അനുമോളും കൂടെ സംസാരിക്കുകയാണ്. അനുമോളില്ല, ആര്യനൊന്ന് ചൊറിയാൻ നോക്കുകയാണ് അനുമോളിനെ. എന്ത് പറ്റിയ ഒരു ദാരിദ്ര്യാവസ്ഥ പോലെയാണല്ലോ നിൻ്റെ ഹസ്ബൻഡ് ബോയ് ഫ്രണ്ടോ ലവറോ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും അല്ലേ ഫാമിലി റൗണ്ടിൽ
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട് ഹസ്ബൻഡ് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് നല്ല കാര്യം, നിന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവണം, എന്നാലാണ് നിൻ്റെ ലൈഫിൽ കുറേയൊക്കെ ഹാപ്പി ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് അല്ല അങ്ങനെയല്ല, നിനക്ക് അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ചാലാണ് ഇപ്പോൾ ബിന്നിയും നൂബിനും ഹാപ്പി ആയിരിക്കണം കണ്ടോ, അതുപോലെയൊക്കെ ഹാപ്പി ആയി ഇരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ സമയമാകുമ്പോൾ കല്യാണം കഴിച്ചോളാം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ഹാപ്പിയായി ഇരിക്കട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടല്ല കല്യാണം കഴിച്ചാൽ കുറച്ച് ഹാപ്പിയായി ഇരിക്കാമല്ലോ എന്ന് ആരെയും പറയുന്നത്. അനു ചോദിക്കുന്നുണ്ട് നീ കെട്ടിയതാണോ, കെട്ടിയാൽ മാത്രം ഹാപ്പി ആവുള്ളൂ, നീ എന്നിട്ട് ഹാപ്പി അല്ലേ എന്ന് ആര്യനോട് ചോദിക്കുന്നുണ്ട്. ആര്യൻ പറയുന്നുണ്ട് ഇല്ല, അല്ല നിനക്ക് എവിടെയോ എന്തോ ഒരു സന്തോഷക്കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്ത് കുറവ്, എനിക്കൊരു കുഴപ്പവുമില്ല, ഒരു കുറവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എവിടെന്നെങ്കിലുമൊക്കെ എന്ന് അനുമോള് ആര്യനോട് ചോദിക്കുന്നുണ്ട്. അത് പോരേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ. അപ്പോൾ ആര്യം പറയുന്നുണ്ട് എനിക്കൊരു അമ്മയുടെയും പെങ്ങളുടെയും അച്ഛൻ്റെയും ഒക്കെ സ്നേഹം കിട്ടുന്നുണ്ട്, പോരാത്തതിന് ജിസയിലും നീയും സ്നേഹം തരുന്നുണ്ടെന്ന് പറയുമ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നിനക്ക് സ്നേഹം തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് നീ ചോറൊക്കെ വാരി തന്നിട്ട് പാത്രത്തിൽ ഇങ്ങനെ അതൊക്കെ മതി എനിക്കുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ അതുപോലെ ഇവിടെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് ഞാനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ആ സ്നേഹം ആവശ്യമില്ല, നിനക്ക് ഇവിടെ സ്നേഹമെല്ലാം കിട്ടുന്നുണ്ടല്ലോ, എല്ലാം കിട്ടുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് നീ മാത്രം എന്നും ഫൈറ്റ് മോഡാണ്, എല്ലാ കാര്യവും ആ രീതിയിലാണ് എടുക്കുന്നത് എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തതായി കാണിച്ചതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം, നൂബിനും ബിന്നിയും കിടക്കുന്ന അവിടെ ബെഡ്ഷീറ്റും തലേണയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നു, നീവീനെ കൊണ്ടുപോയി അപ്പുറത്തേൽ കിടത്തുന്നതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെയാണ് കാണിക്കുന്നത് ലാസ്റ്റായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.